ലാസ്റ്റ് കോൺവൊക്കേഷൻ സെറമണി ഇല്ലേ, ഗ്രാജുവേഷൻ സെറമണിക്ക് ടീച്ചേഴ്സിന്റെ ഡാൻസ് ഉണ്ടാവും എല്ലാ കോൺവൊക്കേഷൻ. ഇല്ല, ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയതാ. ഇൻസ്റ്റയില്. ഓക്കെ, അങ്ങനെ. ഞങ്ങളെ ഓൾ മ്യൂട്ട് കൊടുക്കണ്ട എന്ന് കരുതിയിരിക്കായിരുന്നു, മാമിനോട് പറയാം. പക്ഷെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് അറിയുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ മ്യൂട്ട് ആക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാമിനോട് ഡയറക്റ്റ് സംസാരിക്കാനോ ചോദിക്കുമ്പോ മറുപടി പറയാനൊക്കെ പറ്റും. ഈ മെസ്സേജ് അയക്കുന്ന ടൈപ്പിംഗ് കുറച്ച് ടൈം എടുക്കുന്നോണ്ട് എന്നെ സംബന്ധിച്ചിട്ടാ സമയം എടുക്കുന്നോണ്ടാണ് ചിലപ്പോ നമുക്കൊരു പെട്ടെന്നുള്ള റിയാക്ഷൻ പറ്റാത്ത, തമ്പ് വിടുന്നുണ്ട്. പക്ഷെ മ്യൂട്ടാക്കണ്ടെന്ന് പറയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഇവരെ പ്രശ്നം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മ്യൂട്ടാക്കാതെ പറ്റൂല. അവർക്ക് അറിയണില്ലാന്ന് തോന്നുന്നുണ്ട്. പിടിയില്ല. ഭക്ഷണം കഴിച്ചോ? നമ്മുടെ ടൂയില് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുന്നത് കേട്ടോ. PDF കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഈ ചാപ്റ്റർ നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാനായിട്ട്. പിന്നെ ഇത് ഒരു വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ പല ടൈപ്സ് ഓഫ് വേസ്റ്റസ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ചിലതിനെല്ലാത്തിലും ഒരേ പ്രൊസീജിയർ തന്നെ ആയിരിക്കും. കുറച്ചുകൂടി എളുപ്പമാണ് പഠിക്കാനായിട്ട്. കാണുമ്പോൾ ഇത് ഒരുപാട് പേജസ് ഇങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടി എളുപ്പമായിരിക്കുള്ളൂ. ഗ്യാപ്പുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ചാപ്റ്റർ 13 എല്ലാവരും മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ചാപ്റ്റർ 13 പേജ് നമ്പർ എനിക്കറിയില്ല കേട്ടോ, PDF കാണാൻ പറ്റില്ല. 79. 70. ഓക്കെ, 79. ഇതാരാ പറഞ്ഞു 79? 79. 79. എടോ, തന്റെ പേരെന്താണ്? പേര് നെയിം. വാട്ട്സ് യുവർ നെയിം? സൗദ. സൗദ. ഓ, എന്റെ പൊന്നേ. അപ്പൊ ഇംഗ്ലീഷിൽ ചോദിക്കുന്നതായിരുന്നല്ലേ? അതാണ്. ക്യാമറ നേരെ പിടിച്ചു. ടീച്ചർ പറയുന്നൊന്നും ശ്രദ്ധിക്കും. ക്യാമറ ഒന്ന് നേരെ പിടിക്കുക. ക്യാമറ ഒന്ന് നേരെ പിടിക്കുക. ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും അത് പ്ലേസ് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളത് ഇത്രയും ഭാഗവും കാണുന്നത്, കണ്ണിന് മേലെ ഒന്നും കാണുന്നില്ല, മാത്രവും കാണുന്നത്. എവിടെയാണ് സ്ഥലം? എവിടെയാ സ്ഥലം? പ്ലേസ് എവിടെയാ? സൗദയുടെ. വടകര. കോഴിക്കോട് വടകര. കോഴിക്കോട് വടകര. ഓ, അതൊക്കെ മലയാളം ശരിക്കും മനസ്സിലാവുന്നതല്ലേ? ശരിക്കും മലയാളം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വടകര എവിടെന്നെങ്കിലും വടകരയിലൊക്കെ വന്നതാണോ? ഞാനെപ്പോഴും പറയലുണ്ട്, ഞാൻ എപ്പോഴും എനിക്ക് പേരായി തമ്പിടുമ്പോ എനിക്ക് പേരെഴുതി ഇടുന്ന ടൈപ്പ് ചെയ്യുന്ന അറിഞ്ഞൂടാ. സൗദാന്ന് പേരെഴുതുന്ന ടൈപ്പ് അറിഞ്ഞൂടാ, തമ്പിടുന്നത് അറിഞ്ഞൂടും. കോഴിക്കോട് അല്ലേ? കോഴിക്കോട് വടകര. മ്യൂട്ടാക്കാനൊന്ന് പഠിച്ചോളൂ. സൗദി ഇനി മുൻപ് എവിടെയായിരുന്നു? എന്തെങ്കിലും ചെയ്തിരുന്നോ? എന്തെങ്കിലും വർക്ക് ചെയ്തിരുന്ന ആളാണോ? ഇല്ല, വർക്ക് ചെയ്തിട്ടില്ല, പഠിച്ചതാ. ഫിലിപ്പീൻസിലായിരുന്നു. എന്തോ? ഫിലിപ്പീൻസ് പഠിച്ചിരിക്കുകയാണ്. എന്റെ ബാപ്പ മരിച്ചു വരെ പഠനം നിർത്തിയതാ. ശരി. ഇപ്പൊ മാരീഡ് ആണോ? മാരീഡ്, ഗാർഹിക പീഡനം എല്ലായിട്ട് ഇനി പോന്നിട്ട്. നോമ്പ് കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും മാരേജ് ഉണ്ട്, കല്യാണം. എനിക്ക് മനസ്സിലായില്ലേ? നോമ്പ് കഴിഞ്ഞിട്ട് ഇനി മാരേജ് ഉണ്ട്.
ഓക്കെ ഓക്കെ Yes, ശരി yes. ഓക്കെ താങ്ക് യു പരിചയപ്പെട്ടതിൽ സന്തോഷം. താങ്ക് യു മാം. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയില്ലേ ഇപ്പൊ മൊത്തം? ക്യാമറ ഓൺ ചെയ്തിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. അവിടെ മിക്ക ക്ലാസ്സിലും എല്ലാ കുട്ടികളും ഓൺ ചെയ്യാറുണ്ട് ചിലവര്, പക്ഷെ നിർബന്ധം നമ്മൾ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ യെസ് ഓക്കെ ചാപ്റ്റർ 13 എടുക്കാം. പേജ് നമ്പർ 79 അല്ലേ പറഞ്ഞത്? Introduction നോക്കാം. Any item or material that has spilled or leaked from its designated container or place is referred as spillage waste. Hospitals, laboratories, industrial facilities, and homes are just a few places where the kind of garbage can be found. Spillage waste in hospital may consist of blood, body fluids, chemicals, or other potentially dangerous substances. Okay. ഇവിടെ എന്താണ് ഈ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്? എന്താണ് സ്പിൽ എന്ന് പറയുന്നത്? സ്പിൽ എന്തായിരിക്കും? സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്ക്ഡ് എന്ന് പറയുന്നത് എന്താ? നമ്മള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം രീതിയിൽ നമുക്ക് സ്പിൽ ഉണ്ടാവുന്നു? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാലിന്യ ചോർച്ച എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. മാലിന്യ ചോർച്ച ലീക്ക് ആവുമ്പോൾ എന്താണ്? ചോർന്നു പോകുന്ന അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന സാധനങ്ങളെ നമ്മൾ ലീക്ക്ഡ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ലീക്ക് ആകുന്ന പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് വേസ്റ്റസ് ഉണ്ട് അല്ലെ? യെസ്, അതായത് ഹോസ്പിറ്റൽ ലബോറട്ടറീസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ നിന്നും എന്താണ് പല രീതിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ കുറച്ച് ചെറിയൊരു ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽസും ലബോറട്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, മറ്റു വ്യവസായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ, ഇവിടേക്കാണ് നോർമലി എന്ത് വരുന്നത്? ചില ടൈപ്പ് ഓഫ് ഗാർബേജ് വേസ്റ്റസുകൾ ഉണ്ടാവാറ് അല്ലെ? എന്നിരുന്നാൽ പോലും ഹോസ്പിറ്റൽസിലെ വേസ്റ്റുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലെ വേസ്റ്റുകൾ ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ കാരണം, എന്തെങ്കിലും തരത്തിലുള്ള അത്തരം വേസ്റ്റസിൽ നിന്നോ, പ്രത്യേകിച്ച് ബ്ലഡോ ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ കെമിക്കൽസിൽ നിന്നോ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാവുന്ന ചോർച്ച മൂലം പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? അതിപ്പോ നമുക്ക് പല ഡിസീസസ് ആയിട്ട് മാറാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? യെസ്, അപ്പോ ഏതെങ്കിലും കണ്ടെയ്നർ, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിന്ന് തുളമ്പി പോകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ചോർന്നൊലിക്കുന്ന എല്ലാത്തരം വേസ്റ്റ് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പേരിലാണ് പറയുന്നത്? സ്പില്ലേജ് വേസ്റ്റസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പോ എന്താണ്? ചോർന്നൊലിക്കുന്ന മാലിന്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി genuine management of leakage waste is important to protect the health and protection of people and the environment. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇത്രത്തോളം വേസ്റ്റസുകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് എന്താണ്? ഇതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? പ്രോപ്പർ ആയിട്ട് ഇതിന്റെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ, അത് ഡിസ്പോസ് ചെയ്യാനുള്ള പ്രക്രിയകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഇത് പരിസ്ഥിതിക്കും അല്ലെങ്കിൽ ജനങ്ങൾക്കും ഒരേപോലെ തന്നെ ആപത്തുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ജനങ്ങളുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. യെസ്, രണ്ടും ജനങ്ങൾക്ക് മാത്രമല്ല നമ്മളത് എൻവയോൺമെന്റിലേക്കാണ് വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിലേക്കാണ് വേസ്റ്റ് നീക്കി കളയുന്നെങ്കിൽ അത് പരിസ്ഥിതിക്കും ഒരേപോലെ തന്നെ അപകടമാണ് അല്ലെ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ പ്രൊട്ടക്ട് ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്, ആ വേസ്റ്റസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. In hospitals, leakage waste can pose a risk of infection to healthcare workers and patients, as well as the prospects for the spread of diseases. Besides, dangerous leakage waste can threaten the environment if not managed in a proper manner. Okay. നമ്മള് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഇത്തരം വേസ്റ്റസുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് പേഷ്യൻസിനും അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫുകൾക്കിടയിൽ എന്താണ് പലതരത്തിലുള്ള
ഇൻഫെക്ഷൻസ് സ്പ്രെഡായി പല ഡിസീസസ് ഉടലെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനാൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളും ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുണ്ട്, അല്ലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രോപ്പർ മാനറിലായിരിക്കണം നമ്മളത് നീക്കം ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, വലിയൊരു ഭീഷണിയായിട്ട് ഉയർന്നു വരാനുള്ള കാരണമായേക്കും. യെസ്, അപ്പൊ ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെങ്കിലും എന്താണ്, നമ്മൾ അതിന്റെ ജെനുവൻ ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എല്ലാം തന്നെ പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ആ വേസ്റ്റസുകളെ ഡിസ്പോസ് ചെയ്യുന്നത്. Okay. Yes. Then to successfully manage leakage waste in hospital, it is necessary to have a leakage response plan in place, provide appropriate equipment for leakage response, train staff on leakage response procedure, use apt containment materials, and properly discard the waste in accordance with the local regulations and hospital policies. ഈ പറയുന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് പറയുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ ലീക്കേജ് വേസ്റ്റസുകൾ നമ്മൾക്ക് നീക്കം ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ നമ്മൾ തയ്യാറാക്കണം, അല്ലെ? എങ്ങനെ അതിനെ നീക്കം ചെയ്യാം, എങ്ങനെ അതിനെ ഡിസ്പോസ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്, ഓക്കെ, ഏതൊക്കെ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് അതിൽ ഉപയോഗിക്കണം, എങ്ങനെയാണ് അത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ ഏതൊക്കെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്, ഒരു റെസ്പോൺസ് പ്ലാൻ ആണ്. ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ സ്പില്ലേജ് വേസ്റ്റുകളും അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റുകളും അടക്കം എന്നിവ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ നീക്കം ചെയ്തില്ലെങ്കിൽ പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവാനായിട്ട് കാരണമായേക്കാം. ഓക്കെ, യെസ്, അപ്പൊ ഇൻട്രൊഡക്ഷൻസിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? സ്പില്ലത് ഹോസ്പിറ്റലിൽ എന്ത് മൂലം ഉണ്ടാകുന്ന സ്പില്ലും എന്താണ്, അപകടകരമാണ്, അല്ലെ? പല രീതിയിലുള്ള ഡിസീസസ് സ്പ്രെഡ് ആവാനും എൻവയോൺമെന്റിനും അല്ലെങ്കിൽ പീപ്പിളിനും ഒരേപോലെ തന്നെ അത് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ ഇൻട്രൊഡക്ഷൻ? യെസ്, ഇനി ഏത് തരം മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ അതിനേക്ക് ഒരു കോണ്ടാക്ട് വെക്കുന്നതിന് മുമ്പ്, അതുമായി സമ്പർക്കം വരുത്തുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനെന്തൊക്കെ റിസ്കുകളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെ? യെസ്, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, റിസ്ക് ആൻഡ് ഹസാർഡസ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. ശ്രദ്ധിക്കാം, റിസ്ക് ആൻഡ് ഹസാർഡസ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. എന്തായാലും സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങളും എന്തൊക്കെ അപകട സാധ്യതയുമാണ് ഉള്ളതെന്നാണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് അതിനുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കുന്നത് കേട്ടോ. അപ്പോ ഈ സ്പില്ല് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് വരുന്ന ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫെക്ഷൻ ആണ്, അല്ലെ? ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കെമിക്കൽ എക്സ്പോഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇഞ്ചുറീസ്, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ലീഗൽ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് എന്താണ്, സ്പില്ലേജ് വേസ്റ്റുമായി അസോസിയേറ്റ് വരുന്ന റിസ്കുകളും ഹസാർഡസുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ഏതാണ് വരുന്നത്, ഇൻഫെക്ഷൻ. ഓക്കെ, some of the risk and hazard associated with the spillage waste. First one, infection. Leakage of blood and body fluid can spread transmittable diseases such as HIV, hepatitis B and C, and other bloodborne pathogens. Healthcare staff and patients who engage with polluted items are at risk of getting sick. Okay, നമുക്ക് ഈ ലീക്കേജ് വേസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മള് സമ്പർക്കം വരുന്നത് ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതിനാൽ തന്നെ എന്താണ്, അതിൽ നിന്നും ട്രാൻസ്മിറ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് എന്ത് രോഗങ്ങളാണ്? യെസ്, പകരുന്ന രോഗങ്ങൾ, അല്ലെ? അതായത് HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി മുതലായിട്ടുള്ള രോഗങ്ങൾ. അതോടൊപ്പം തന്നെ എന്താണ്, ബ്ലഡ് ബോൺ പത്തോജൻസ്. അതർ ബ്ലഡ് ബോൺ പത്തോജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, രക്തത്തിലൂടെ പകരുന്ന മറ്റു രോഗാണുക്കൾ, അല്ലെ? അപ്പോ ഈ ബ്ലഡോ ബോഡി ഫ്ലൂയിഡുമായിട്ട് ഹെൽത്ത് സ്റ്റാഫുകൾ സമ്പർക്കം വരുന്ന സമയത്ത്, അതായത് ഇതൊക്കെ എങ്ങനെയെങ്കിലും കയ്യിലോ കാലിലോ നമ്മൾ എത്ര പ്രിക്കോഷൻസ് ഇട്ടാലും ഇതൊക്കെ കയ്യിലോ കാലിലോ പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ? യെസ്, അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കാം,
ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നത് മൂലം, അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മള് ആ പേഷ്യന്റ് അല്ലെങ്കിൽ അതുമായി എൻഗേജ് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അതുമൂലം എന്ത് സംഭവിക്കാം, അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയത് എന്താണ്, ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുള്ള സ്പില്ലേജ് മൂലം, വേസ്റ്റസ് മൂലം എന്താണ് നമുക്ക് ഇൻഫെക്ഷൻ എന്ന ഒരു റിസ്ക് മെയിൻ ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നോ ബ്ലഡിൽ നിന്നുള്ള ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. മാത്രമല്ല സ്റ്റാഫുകൾ പേഷ്യൻസ് ഇതേപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഐറ്റംസുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന സമയത്ത് പല റിസ്കിനും അത് കാരണമായിരിക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ റിസ്ക് എന്താണ്, ഇൻഫെക്ഷൻ ആണ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് എന്താണ്, കെമിക്കൽ എക്സ്പോഷർ. കെമിക്കൽ എക്സ്പോഷർ എന്താണ് കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? രാസവസ്തുക്കളുടെ ചോർച്ച എന്ന് പറയാം, അല്ലെങ്കിൽ ലീക്കേജസ് എന്ന് പറയാം. കെമിക്കൽ ലീക്കേജസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. Leakage of chemicals can expose healthcare staff and patients to toxic substances which can lead to skin irritation, respiratory problems or other health issues. ഏതെങ്കിലും രാസമാലിന്യങ്ങൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന മെറ്റീരിയൽസിന്റെ ചോർച്ച മൂലം, ലീക്കേജസ് മൂലം എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റാൻസുകളോ അതുമായിട്ട്, അതായത് വിഷപദാർത്ഥങ്ങളുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് എന്താണ് സ്കിൻ ഇറിറ്റേഷൻസ് സംഭവിക്കാം അല്ലെ. സ്കിന്നിന് പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് കുറച്ചുകൂടി എന്താണ് എന്തെങ്കിലും പെട്ടെന്നുള്ള ഇറിറ്റേഷൻസ് സംഭവിക്കാം. അതേപോലെ തന്നെ റെസിപ്പിറേറ്ററി പ്രോബ്ലംസ്. എന്താണ് റെസിപ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുന്നത്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസോ മറ്റെന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടായേക്കാം. പിന്നെന്താണ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ രാസവസ്തുക്കളുമായിട്ട് സമ്പർക്കം, രാസവസ്തുക്കളുടെ ലീക്കേജസുമായി ബന്ധപ്പെട്ട് വരുന്ന സമ്പർക്കം മൂലം ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന് എന്താണ് സ്കിൻ ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ റെസിപ്പിറേറ്ററി പ്രോബ്ലംസ് മുതലായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ള കാരണമുണ്ട്. ഓക്കെ, അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റിസ്ക് ആണ് എന്ത്, കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് ഇഞ്ചുറി. ഇഞ്ചുറി, ലീക്കേജ് ഓഫ് shafts can endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. Okay, ഇഞ്ചുറീസിൽ നിന്നും എങ്ങനെയാണ് റിസ്കുകൾ വരുന്നത്? ഇഞ്ചുറീസിന് റിസ്ക് ഉണ്ടാവും, അതായത് ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്താ, ഷാർപ്പ് ഒബ്ജക്ട്സുകൾ. ഇനി അതേപോലെ തന്നെ ഷാർപ്പ് മൂർച്ചയുള്ള വസ്തുക്കളുടെ ലീക്കേജസ് ഉണ്ടാവുന്നത്, അതായത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷാർപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? പഞ്ചർ റെസിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാത്രമായിരിക്കും നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷെ നമ്മൾ തോന്നിയ പോലെ അവിടെ ഇട്ട് കഴിഞ്ഞാല് സ്റ്റാഫുകൾ അതുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് എന്താണ് കയ്യിൽ വീഴോ കാലിൽ വീഴോ ഒക്കെ ചെയ്ത് പല വിധത്തിലുള്ള മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ മുറിവുകളിൽ കൂടി എന്ത് സംഭവിക്കും? ഈ മുറിവുകളിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്? മുറിവുകളിലൂടെ അല്ലെങ്കിൽ രക്തത്തിലൂടെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഇഞ്ചുറീസും എന്താണ്, അതായത് പ്രത്യേകിച്ച് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകളുടെ ലീക്കേജസ് മൂലം പലതരത്തിൽ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മുറിവുകളിലൂടെ പലതരത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? രക്തത്തിലൂടെ പകരുന്ന രോഗാണുക്കൾ മൂലം പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായി തീർന്നേക്കാം. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റിന്റെ മറ്റൊരു റിസ്ക് ആണ് എന്ത്, ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന റിസ്ക് എന്താണ്? റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷൻ എക്സ്പോഷർ അറിയാലോ. റേഡിയേഷൻ എക്സ്പോഷർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് can expose healthcare workers and patients to ionizing radiation which can cause radiation illness, cancer or other health issues. Okay, അതായത് പ്രത്യേകിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സ്പോഷർ ആണ്. അതായത് റേഡിയേഷൻ അയണൈസ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട് സമ്പർക്കം വരുന്ന സ്റ്റാഫുകൾക്കും രോഗികൾക്കും ഇടയിൽ എന്താണ് അതായത് റേഡിയേഷൻ ഇഫക്റ്റ് മൂലം, ആ വികിരണങ്ങളുടെ ഇഫക്റ്റ് മൂലം എന്താണ് പലതരത്തിലുള്ള ഇല്ലസ് സംഭവിക്കാം. പ്രത്യേകിച്ച് ഏറ്റവും കൂടിയ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അതിനെ സംഭവിച്ചേക്കാം അല്ലെ, അല്ലെങ്കിൽ മറ്റ് അതർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതായത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിലൂടെയും, അതായത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതായത് ഇപ്പോ എക്സ്റേ എടുക്കുന്നതിന് MRI എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും മറ്റ് ക്ലോത്തിങ് ഐറ്റംസ് ആണെങ്കിലും ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് അതിലെല്ലാം തന്നെ റേഡിയേഷൻ എഫക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അത് കൈകാര്യം ചെയ്യുന്ന സമയത്തും എന്താണ് നമുക്ക് അതുമായി സമ്പർക്കം വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടാകാനായിട്ട് സാധ്യതയാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു അസുഖം ഉണ്ടാകുന്ന പറയുന്നത് ഏതാണ്? ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ റേഡിയേഷൻ എക്സ്പോഷർ മൂലം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ, എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. അടുത്ത റിസ്ക് ആണ് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു അപകട സാധ്യത എന്താണ്? എൻവിയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെ, പാരിസ്ഥിതികമായിട്ടുള്ള മലിനീകരണം. ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ക്യാൻ കണ്ടാമിനേറ്റ് ദ എൻവിയോൺമെന്റ് ഇൻക്ലൂഡിംഗ് സോയിൽ, water and air. This pollution can cause long-term result on human health and environment. എങ്ങനെയാണ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ സംഭവിക്കുന്നത് ഇവിടെ? അതായത് ഈ അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ചോർച്ച മൂലം, അതായത് പ്രത്യേകിച്ച് മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ജലം, എയർ, ഇപ്പൊ മൂന്നിനും ഒരേപോലെ തന്നെ എന്താണ്, മൂന്നും ഒരേപോലെ തന്നെ മലിനമാക്കപ്പെടുന്നുണ്ട് അല്ലെ. ഇത് നമ്മള് എന്താണ് പരിസ്ഥിതിയിലേക്ക് പലതരത്തിലുള്ള മെറ്റീരിയൽസുകൾ ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സ് അനുസരിക്കാതെ, ഡിസ്പോസിംഗ് പ്രൊസീജിയേഴ്സ് അനുസരിക്കാതെ നമ്മൾ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ഒരേപോലെ മലിനമാക്കപ്പെടുന്നത് എന്തിനെയാണ്? എൻവിയോൺമെന്റിനെയാണ് അല്ലെ. പ്രത്യേകിച്ച് സോയിൽ, വാട്ടർ ആൻഡ് എയർ ഇപ്പൊ ഒരുപോലെ തന്നെ മലിനമാക്കപ്പെടുന്നുണ്ട് അല്ലെ. യെസ്, ഇങ്ങനെ പ്രകൃതി മലിനീകരണം സംഭവിക്കുന്നതോടൊപ്പം തന്നെ മറ്റാർക്കും കൂടിയാണ് ഇതിന്റെ അപകട സാധ്യത ഉണ്ടാവുന്നത്? This pollution can cause long-term result on human health and environment അല്ലെ. പ്രകൃതി മലിനമാക്കപ്പെടുന്നതിനൊപ്പം തന്നെ എന്താണ്, മനുഷ്യനാണ് അതിന്റെ ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഇത്തരം ഭാഗങ്ങളെ സോയിൽ, വാട്ടർ, എയർ മുതലായിട്ടുള്ള ഇത്തരം മെറ്റീരിയൽസിന് എന്തെങ്കിലും മലിനീകരണം സംഭവിച്ചത് ഹ്യൂമൻ ബീയിങ്സിന് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ലീക്കേജ് വേസ്റ്റസ് മൂലം അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു റിസ്ക് ആണ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. Inappropriate handling and disposal of leakage waste may cause legal and financial liability for hospitals and healthcare organizations. Okay, ഇവിടെ എന്താ പറയുന്നത്? നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രോപ്പർ ആയിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് വേസ്റ്റ്സുകൾ ഹാൻഡിൽ ചെയ്യാൻ, ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് മേലെ എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ടോ? പ്രോപ്പർ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ ഉണ്ടോ? തീർച്ചയായിട്ടും അല്ലെ. ലീഗൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലയബിലിറ്റി ഹോസ്പിറ്റലിന് ഫേസ് ചെയ്യേണ്ടി വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ അതും ഒരു റിസ്ക് തന്നെയാണ്. അപ്പൊ എന്താണ്, നമ്മള് പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സുകൾ, പ്രൊസീജിയറുകളുണ്ട്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും എന്താണ്, ലോക്കൽ ഫെഡറൽ റെഗുലേഷൻസ് പ്രകാരം നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഓരോ ഹോസ്പിറ്റലിനും അത് കൃത്യമായിട്ട് അത് എന്താ പറയാ, നമ്മുടെ ഒരു ലോസ് കൊണ്ടുവന്നുണ്ട്. ആ ലോസ് അനുസരിച്ചിട്ടായിരിക്കണം വേസ്റ്റസുകൾ, പ്രത്യേകിച്ച് സ്പില്ലേജ് വേസ്റ്റുകളും ഡേഞ്ചറസ് വേസ്റ്റുകളും നമ്മൾ നീക്കം ചെയ്യേണ്ടത്. ഇല്ലാത്ത പക്ഷം എന്താണ്, ഇതിന്റെ ഇൻസ്പെക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഈ പറഞ്ഞ പ്രൊസീജിയർ ഒന്നും അവർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റൽ അതിന് വേണ്ടി വലിയ രീതിയിൽ ഫൈൻസും പെനാൽറ്റീസ് ഒക്കെ അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പൊ അതും വലിയൊരു റിസ്ക് ആയിട്ട് നമുക്കിവിടെ പറയാവുന്നതാണ്. ഓക്കെ, ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച എന്താണ്, എന്തൊക്കെ റിസ്കുകളാണ് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതെന്നാണ് പഠിച്ചത്. ഏതൊക്കെ റിസ്കുകളാണ്? ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചത് റിസ്ക് ആണ് അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഹോസ്പിറ്റലിൽ വേസ്റ്റ്, ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവുന്നത്? സോഴ്സ് എന്താണെന്ന് അറിയാലോ, ഏത് സ്രോതസ്സാണ് അല്ലെ, ഏത്
ഏത് വിഭാഗത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റസുകൾ ഉണ്ടാകുന്നത്? Leakage waste can come from several sources in hospital. Here are some examples of possible source of leakage waste in hospital. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലെ സോഴ്സസിൽ നിന്ന് എന്താണ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിലെ കുറച്ച് പോസിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഒന്ന്, ഈ വേസ്റ്റ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ ലീക്കേജ് വേസ്റ്റ് ഉണ്ടാകുന്ന പ്രധാന സോഴ്സ് ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെയാണ് അല്ലെ. മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ വേസ്റ്റേജ് ഉണ്ടാകുമോ? യെസ് അല്ലെ. എന്തിലൂടെയാണ്? ഡ്യൂറിങ് സർജറീസ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഡയാലിസിസ് there is a risk of leakage of blood and body fluids. നമ്മൾ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് ഇതേപോലെ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ലീക്ക് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ ലീക്കേജസിൽ നിന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവണം. അപ്പോ ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവുന്ന മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെയും ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സർജറീസ് മുഖാന്തരം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ലീക്കേജ് വേസ്റ്റ് റിസ്കുകൾ ഉടലെടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഇനി നെക്സ്റ്റ് വരുന്ന സോഴ്സ് ഏതാണ്? ലബോറട്ടറി ടെസ്റ്റിംഗ്. ലബോറട്ടറി ടെസ്റ്റിംഗിലൂടെ വേസ്റ്റസുകൾ ഉണ്ടാവും. ലബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ട്. ഹോസ്പിറ്റൽ ക്യാരി ഔട്ട് ഡിഫറെന്റ് ലബോറട്ടറി ടെസ്റ്റ് ഓൺ ബ്ലഡ്, യൂറിൻ, അതർ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ലാബിൽ പല രീതിയിലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. ബ്ലഡ് ഉണ്ട്, യൂറിൻ ഉണ്ട്, ദെൻ അതർ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ടെസ്റ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് യൂസ് ഓഫ് കെമിക്കൽസ്, reagents and other dangerous materials. നമ്മൾ ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. കെമിക്കൽസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് reagents and other dangerous materials. അതായത് ടെസ്റ്റ് പർപ്പസസിന് വേണ്ടി നമ്മൾ പല കെമിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസും റിയേജൻസും നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് റിയേജന്റ് എന്താണെന്ന് അറിയാലോ? പഠിച്ചിട്ടുണ്ടോ റിയേജന്റ് എന്താന്ന്? കെമിക്കൽ ആണ് കേട്ടോ. അത് ടെസ്റ്റ് പർപ്പസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻസുകളാണ് കേട്ടോ. ഈ പൊട്ടാസ്യം ഡൈക്ലോറേറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ടെസ്റ്റ് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ ആൽക്കഹോള്, നൈട്രിക് ആസിഡ് എന്നീ മുതലായിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് വഴി എന്താണ് അവിടെ അതിന്റെ ലീക്കേജസ് ഉണ്ടാകാനായിട്ടുള്ള കാരണമായേക്കാം. എത്ര പ്രോപ്പർ പ്രിക്കോഷൻസ് എടുത്താൽ പോലും എന്താണ് നമ്മൾ ഇത്തരം മെറ്റീരിയൽസുമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ലബോറട്ടറി ടെസ്റ്റിംഗിൽ ഇത്തരം മെറ്റീരിയൽസ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് പോലും എന്താണ് പലതരത്തില് വേസ്റ്റസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോ വേസ്റ്റിന്റെ പ്രധാന മറ്റൊരു സോഴ്സ് ആണ് എന്താ ലബോറട്ടറി ടെസ്റ്റിങ്ങുകൾ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റസിന് വേണ്ടി ഉപയോഗിക്കുന്ന പല കെമിക്കൽസിൽ നിന്നും വേസ്റ്റേജസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? പിന്നെ നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിൽ എങ്ങനെയാണ് വേസ്റ്റ് വരുന്നത്? വരുമോ? ലീക്കേജ് വേസ്റ്റ് ഉണ്ടാവോ പേഷ്യന്റ് കെയറിൽ? നോക്കാലോ നമുക്ക്. എങ്ങനെയാണ്? In the course of patient care activities such as changing bed linens, clear bed pans, or helping with the personal cleanliness, there is a risk of leakage of body fluids and other materials. നമ്മൾ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സമയത്തും പേഷ്യന്റിൽ നിന്നുള്ള പ്രത്യേകിച്ച് ബെഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെ, പേഷ്യൻസിനെ നമ്മൾ എടുത്തു പൊക്കി ബെഡൊക്കെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബെഡ് പാൻസ് ഒക്കെ ക്ലിയർ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ അവർക്ക് ചില പേഷ്യൻസ് നമുക്ക് പേഴ്സണൽ ക്ലീനിങ്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട് അല്ലെ. അവർ ചിലപ്പോൾ എന്താണ് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ സഹായം ആവശ്യമായിട്ട് വന്നേക്കും. അപ്പൊ അത്തരം പേഴ്സണൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്തും അവരിൽ നിന്ന് എന്താണ് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡുകളോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മളിലേക്കുള്ള സമ്പർക്കം വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. യെസ്, അല്ലെങ്കിൽ ഇപ്പൊ ആ റൂമിലോ ഇപ്പൊ നമ്മളുടെ സ്റ്റാഫുകൾക്ക് കറക്റ്റ് റിലേറ്റഡ് ആയിട്ടല്ലാതെ റൂമിലും എന്താണ് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന വാർഡിലോ റൂമിലോ ഈ കൈകാര്യം ചെയ്യുന്ന സമയത്തും ബ്ലഡോ അതർ ഫ്ലൂയിഡ്സുകളോ മെറ്റീരിയൽസ് മൂലം എന്താണ് ലീക്ക് വേസ്റ്റസുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ പേഷ്യന്റ് കെയറിൽ നിന്നും എന്തുണ്ട്? പേഷ്യന്റ് കെയറും ഒരു സോഴ്സ് ആണ്. എന്തിനുള്ള സോഴ്സ് ആണ്? ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പ്രധാന മറ്റൊരു സോഴ്സ് ആണ് എന്ത്? പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലായ്പ്പോഴും അല്ല, ചില സന്ദർഭങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ അല്ലെ. ഇതെല്ലാ പേഷ്യന്റിൽ നിന്ന് ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡിഫിക്കൽട്ടീസ് വരുന്ന എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ
നേരിടുന്ന പേഷ്യൻസിൽ നിന്നായിരിക്കും ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത സോഴ്സ് എവിടെ നിന്നാണ്? ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. Handling and disposal of medical waste. Hospital create many medical waste which can consist of shards, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. ഇനി നമ്മുടെ മെഡിക്കൽ വേസ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ലീക്കേജസ് ഉണ്ടാവണമെന്ന് പറയുന്നത് എങ്ങനെയാണത്? ഇങ്ങനെയായിരിക്കും. ഹോസ്പിറ്റൽ ക്രിയേറ്റ് മെനി മെഡിക്കൽ വേസ്റ്റ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലും മെഡിക്കൽ വേസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് അതില് ഷാർപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരാം, പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ് അല്ലെങ്കിൽ ഉപയോഗിച്ച് മലിനമായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായില്ലേ, അല്ലെങ്കിൽ എന്താ പറയാ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്സ്, ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ടാവാം, പിന്നെ മറ്റെന്തെങ്കിലും ഡേഞ്ചർ മെറ്റീരിയൽസ്. ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ, അതായത് ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇംപ്രോപ്പർ മെത്തേഡിലാണ് നമ്മൾ ഇത്തരം മെറ്റീരിയൽസുകൾ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ എന്താണ് അതൊരു മെഡിക്കൽ വേസ്റ്റേജസ് അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റേജ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമായേക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സുകൾ യൂസ് ചെയ്യാണ്ടാണ് ഈ മെഡിക്കൽ വേസ്റ്റസുകൾ കളയുന്നെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കാം? ലീക്കേജ് വേസ്റ്റസിന്റെ ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? മെഡിക്കൽ വേസ്റ്റസിനെ പറയാം. അതായത് മെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ എന്താണ് പലതരത്തിൽ അവിടെ ആ മെറ്റീരിയൽസുകൾ സ്പ്രെഡ് ആയി പോകാനും അല്ലെങ്കിൽ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ലീക്കേജസിന് മറ്റൊരു സോഴ്സ് ഏതാണ്? മെഡിക്കൽ വേസ്റ്റസിന്റെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാത്ത രീതിയിലുള്ള ഒരു മെത്തേഡാണ് മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും റിപ്പയറിങ്ങിനൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ എന്തുപയോഗിക്കാറുണ്ട്? റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് പല മെറ്റീരിയൽസും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഒരു ഉപകരണം കേടായി കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പല ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. Hospital use different kind of complex medical equipment and devices which need regular maintenance and repair. The use of dangerous materials, these activities can cause leakages. അപ്പൊ ഈ ഉപകരണങ്ങൾ, അതായത് പല ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഏതുതരം മെറ്റീരിയൽസ് ആയി ഏതുതരം എക്യുപ്മെന്റ്സുകൾ ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ് പല രീതിയിലുള്ള റിപ്പയറിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ചിലതെന്താണ് നമുക്ക് റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, ഉപകരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചില ഡേഞ്ചറസ് മെറ്റീരിയൽസ്, അതായത് ക്ലീൻ ചെയ്യുന്നതിനും അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മൾ പല മെറ്റീരിയൽസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഉപകരണങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട്, റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരം മെറ്റീരിയൽസ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന സമയത്തും അതിൽ നിന്നും എന്ത് സംഭവിക്കാം? ലീക്കേജ് വേസ്റ്റസുകൾ ഉണ്ടാകാനായിട്ട് കാരണമായേക്കാം. ഓക്കെ, ഈ ഉപകരണങ്ങൾ നന്നാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ നിന്നുള്ള വേസ്റ്റസുകളും ഇതിലൊരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ ഫിഫ്ത്ത് പോയിന്റ്? ഓക്കെ, ഇനി സ്പിൽ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. Spills in the course of transport. In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakage. ഇനി നമ്മള് സ്പില്ല് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മളിപ്പോ, അതായത് മെഡിക്കൽ വേസ്റ്റ് ആയിരിക്കാം, ലബോറട്ടറി സാമ്പിൾ ആയിരിക്കാം, മറ്റെന്തെങ്കിലും അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആയിരിക്കാം. ഇവ നമ്മൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത്, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും എന്താണ് അതിൽ നിന്നും എന്താണ് ഇപ്പൊ ഇതിലെന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ ഇത് ലീക്ക്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല അത് കൊണ്ടുപോകുന്നെങ്കിൽ എന്താണ് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തില് അതിൽ നിന്നും എന്ത് സംഭവിക്കാം? സ്പിൽ വേസ്റ്റസ് ഉണ്ടാകാനുള്ള കാരണമായേക്കാം. ഓക്കെ, അതായത് മെഡിക്കൽ വേസ്റ്റസുകളോ ലബോറട്ടറി സാമ്പിൾസുകളോ ഡേഞ്ചറസ് മെറ്റീരിയൽസോ നമ്മള് ഓഫ് സൈറ്റിലേക്കോ മറ്റേ ഫെസിലിറ്റീസിലേക്കോ ഡിസ്പോസ് ചെയ്യാനോ മറ്റെന്തെങ്കിലും വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിന്നും ലീക്കേജസുകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഓക്കെ, അപ്പോ സ്പില്ലുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വേളയിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ലീക്കേജ് വേസ്റ്റസ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് എന്താ ഇവിടെ ലീക്കേജസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് നമ്മളിപ്പോ പറഞ്ഞ 5 പോയിന്റ്സ് ആണ്
ഹോസ്പിറ്റലിലെ ലീക്കേജ് വേസ്റ്റിന്റെ പ്രധാന സ്രോതസ്സുകൾ, അതിൽ സോഴ്സസുകൾ എന്ന് പറയുന്നത്. ഒന്ന് എന്തെങ്കിലും കൂടിയൊക്കെയാണ് ഇത് പകരുന്നത്. ഫസ്റ്റ് സോഴ്സ് ഏതാണ്? മെഡിക്കൽ പ്രൊസീജിയർ അല്ലെ? മെഡിക്കൽ പ്രൊസീജിയറിൽ നിന്നുള്ള സോഴ്സ്, അതേപോലെ ലബോറട്ടറി ടെസ്റ്റിംഗ്സിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസിൽ നിന്നുള്ള സോഴ്സസുകള്, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെന്താണ് മെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും വേസ്റ്റേജസ് ഉണ്ടാവാം. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ അതിൽ ലീക്കേജസ് ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മൾ സ്പീസുകൾ പ്രോപ്പർ ആയിട്ടല്ല ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും എന്ത് സംഭവിക്കാം? ലീക്കേജ് വേസ്റ്റസ് ഉണ്ടാവാനുള്ള ഒരു കാരണമായേക്കാം. ഓക്കെ, മനസ്സിലായോ? ഈ സോഴ്സ് ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാമോ? ഒന്ന് വായിച്ചു നോക്കിയേ. 6 പോയിന്റ്സ് ഒന്ന് വായിച്ചു കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ എന്തൊക്കെയാണ് പഠിച്ചത്? സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ റിസ്കുകൾ അതിൽ വരുന്നുണ്ട്, ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഈ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അവിടെ വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഏതൊക്കെ ടൈപ്സ് ആണ് സ്പില്ലേജ് വേസ്റ്റ് വരുന്നത്? ഓക്കെ, നോക്കാം. Leakage waste in hospitals can be of different types and each type needs specific handling and disposal procedure. ഹോസ്പിറ്റലെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് പല ടൈപ്പുള്ള വേസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ്സുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ? ഓരോന്നിനും എന്താണ്, ഓരോ മെറ്റീരിയൽസിന്റെ അതിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡിസ്പോസൽ പ്രൊസീജിയർ, എങ്ങനെയാണ് നീക്കം ചെയ്യുന്ന പ്രക്രിയകൾ വ്യത്യസ്തമാണ്. എല്ലാത്തിനും ഒരേ പ്രൊസീജിയേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. ചിലതിന് എന്താണ് വ്യത്യസ്ത രീതിയിൽ. ഇപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ വേറെ രീതിയിലായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വേറെ രീതിയിലായിരിക്കും, വേറെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നീക്കം ചെയ്യുന്നത്. അപ്പൊ പല ടൈപ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടെങ്കിലും ഇതിന്റെ തീവ്രത അനുസരിച്ച് ഇതിനെ നമ്മൾ നീക്കം ചെയ്യുന്നത് പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് നോക്കാം. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, blood and body fluids, chemicals, sharps, radioactive materials, organic materials, and other dangerous materials. Okay, 6 types of materials. 6 types spillage waste ആണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ഓക്കെ, ഇതില് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അറിയാലോ, രക്തത്തിൽ നിന്നും ശരീരദ്രവങ്ങളിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റുകൾ, അതേപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാവുന്നതും, അതേപോലെ ഷാർപ്പ് ഒബ്ജക്ട്സിൽ നിന്നുണ്ടാവുന്നതും, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? ഓർഗാനിക് മെറ്റീരിയൽസ്. അതെന്താ ഇവിടെ പറയുന്നത്? ഹോസ്പിറ്റൽ യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗനിർണയത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ്, എന്താണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ, അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് എന്നീ മുതലായ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതായത് എന്തെങ്കിലും റിസർച്ച് പർപ്പസസിനോ ഡയഗ്നോസ്റ്റിക് പർപ്പസസിനോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തില് ഈ സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്നത് പോലെ എന്ത് സംഭവിക്കാം? അതിൽ നിന്നും സ്പില്ല് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലെ മറ്റൊരു ടൈപ്പ് ഓഫ്
സ്പില്ലേജ് എന്ന് പറയുന്നത് ഏതാണ്? ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നുണ്ടാകുന്ന ചോർച്ചയാണ് കേട്ടോ. പിന്നെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഏതാണ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ may utilize dangerous materials such as മെർക്കുറി അല്ലെ. ഏറ്റവും അപകടകരമായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്ത്? മെർക്കുറി എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? മെർക്കുറി ആൻഡ് ലെഡ് യൂസ്ഡ് ഇൻ മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ്. നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, മെഡിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾക്കും മറ്റ് സപ്ലൈസിന് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? മെർക്കുറി ആൻഡ് ലെഡ് മുതലായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട്. ഇത്തരം അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് മൂലം എന്ത് സംഭവിക്കാം? ഹോസ്പിറ്റലിൽ സ്പില്ലേജ് വേസ്റ്റസ് ഉണ്ടാകുന്നത് സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ 6 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഇനി ഈ ഓരോ ടൈപ്പുകളും നമ്മൾ എങ്ങനെയാണ് ഇത് നീക്കം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കും കേട്ടോ. ഏതൊക്കെ മെറ്റീരിയൽ, ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ഏതൊക്കെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്, ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഏത് പ്രൊസീജിയറിലൂടെയാണ് നീക്കം ചെയ്യുന്നത് എന്നങ്ങനെ നമ്മളൊരു 5-8 സ്റ്റെപ്പ്, ഓരോ ടൈപ്പിനും ഒരു 5-8 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഇപ്പൊ ടൈപ്സ് എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഏതൊക്കെ ടൈപ്പാണ് വേസ്റ്റ് വരുന്നതെന്ന്? ഓക്കെ, മലയാളം പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാവുന്ന സ്ലാങ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ടീച്ചർ പറയുന്നത്? അല്ല, നമ്മളുടെ ഇവിടെ എറണാകുളം അങ്ങനെ അല്ലെങ്കിൽ പറവൂർ ഭാഷ വല്ല വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ആവുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളിലായിരിക്കും ചില വ്യത്യാസം വരുന്നത്. നമ്മൾ ഓരോ പ്രദേശങ്ങളിലും ചില വാക്കുകൾ വേറെ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെ. അതിന്റെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായേക്കാം. അത് മാത്രമായിരിക്കുള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ നോക്കുന്ന എന്താണ്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നോക്കുന്നുണ്ട്. വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ടൈപ്പും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നത് കേട്ടോ. Leakage waste management is one of the important aspects of waste management in hospitals. Can have serious after effect if not managed properly. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഹോസ്പിറ്റലിനും പേഷ്യൻസിനും സ്റ്റാഫുകൾക്കും അടക്കം എൻവയോൺമെന്റിന് വരെ എന്താണ് പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അതിനാൽ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റെപ്സുകൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റെപ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. To manage leakage waste in hospital, the following steps can be followed. ഫസ്റ്റ് നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ആദ്യം നമ്മളൊരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കണം അല്ലെ. അതെങ്ങനെയാണ്? ഹോസ്പിറ്റൽ ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഇൻ പ്ലേസ് ഫോർ റെസ്പോണ്ടിങ് ടു ലീക്കേജസ് which identify the type of spillage, evaluate the risk and carry out apt measures to contain and clean up the leakage. നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ആദ്യം എന്താണ്? ആദ്യം നമ്മൾ ഈ പ്ലാനിന്റെ ഭാഗമായിട്ട് ഏത് വേസ്റ്റ് ആണ് നമ്മൾ ആദ്യം തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ നേരത്തെ പഠിച്ചില്ല ഇത്തരം ടൈപ്സ്. ഈ ടൈപ്പില് ഏത് വേസ്റ്റ് ആണ് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റണം. മാത്രമല്ല എന്താണ്? അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട്, അതിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അപകട സാധ്യതകൾ അതിൽ വരുന്നുണ്ട് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഏത് ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെന്ന് അറിയണതെന്ന് ആദ്യം അല്ലെ. അതിനുശേഷം എന്താണ്? അത് എന്തെല്ലാം റിസ്കുകൾ ഒളിഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണ്? അത് ഏതൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ക്ലീനപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നു. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏത് തരം സ്പില്ലേജ് വേസ്റ്റ് ആണ്, അതിന് എന്തൊക്കെ അപകട സാധ്യതയുണ്ട്, അവിടെ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ആദ്യം നമ്മൾ പ്രിപ്പയർഡ് ആക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരിക്കും?
ആക്ട് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അതായത് ചോർച്ച തടയുന്നതിന് വേണ്ടി അതിന് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? Hospital should issue proper equipments for spillage response such as absorbent pads, gloves, gowns and masks. അതായത് നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അബ്സോർബഡ് പാർട്സ്. അബ്സോർബഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് അതിങ്ങനെ ആഗിരണം ചെയ്തത് പാഡ് കണ്ടിട്ടില്ല നിങ്ങള്? അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാഡുകള്. അതായത് നമ്മളത് മുക്കി തുടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലേക്ക് അബ്സോർബ് റോ മെറ്റീരിയൽ. ഓക്കെ, അതുപോലെ അതിന് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അബ്സോർബന്റ് പാഡ്സുകൾ. അപ്പൊ ആ മെറ്റീരിയൽ തുടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മെറ്റീരിയൽസിനകത്തേക്ക് അത് കയറിപ്പോകും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ഗ്ലൗസുകൾ, അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ള ഗ്ലൗസുകൾ, അതുപോലെ ഗൗൺസ്, സ്റ്റാഫുകൾ ഉപയോഗിക്കുന്ന ഗൗൺസുകള്, മാസ്കുകൾ. ഓക്കെ, ഇതാണ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്സുകൾ എന്ന് പറയുന്നത്. ഏതുതരം മെറ്റീരിയൽ, ഏതുതരം ടൈപ്പ് വേസ്റ്റ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്താണ് ഈ എക്യുപ്മെന്റ്സുകൾ ധരിച്ചിരിക്കണമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അബ്സോർബന്റ് പാഡുകള്, ഗ്ലൗസുകള്, ഗൗൺസ് ആൻഡ് മാസ്കുകൾ. ഓക്കെ, ഇതാണ് രണ്ടാമത് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടത്? ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുക അല്ലെ? ഏത് തരം വേസ്റ്റ് ആണോ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കണം. ഓക്കെ, all hospital staff should be given training on how to respond to leakage and how to use leakage response equipment. യെസ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ലീക്കേജ് വേസ്റ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത്? യെസ്, ഏതൊക്കെ ലീക്കേജ് എക്യുപ്മെന്റ്സുകളാണ് അവർ ഉപയോഗിക്കേണ്ടത്? അതായത് ഒരു ലീക്കേജ് വേസ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏത് ടൈപ്പ് ആണെങ്കിലും അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കുക? പരിശീലനങ്ങൾ കൊടുക്കുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തേത് എന്താ പറഞ്ഞാൽ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി ഏത് വേസ്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യണം, അതിന്റെ റിസ്ക് ഏതാണെന്ന് നോക്കണം, ഏത് തരം മെറ്റീരിയൽസ് ആണ് അതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മൾ പ്രിപ്പയർ ആക്കണം. പിന്നെ എന്താ ചെയ്യുന്നത്? ഏതൊക്കെ മെറ്റീരിയൽസ് അതിന് ഉപയോഗിക്കണം, സർവൻ പാഡ്സ് മുതൽ മാസ്ക് വരെയുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യണം. സ്റ്റാഫുകൾക്ക് വ്യക്തമായ രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക. അതാണ് ആ 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോടെ വരെ പറഞ്ഞത് 3 Then use proper leakage containment materials. അടുത്തതായി നമ്മൾ ഇനി എന്താ നോക്കുന്നത്? Use proper leakage containment materials. Leakage containment refers to the process in which spillage or leakage of liquid or other dangerous material is kept within a blockade. That means spill containment actually stopping and preventing a spill from spreading. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ലീക്കേജ്, ഒരു ചോർച്ച ഉണ്ടായെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യണം? അതൊരിക്കലും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാത്തരം മെറ്റീരിയൽസും നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, മാത്രമല്ല എന്താണ്? അത് പ്രിവെന്റ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ അത് സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടുള്ള എല്ലാ നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ അബ്സോർബന്റ് മെറ്റീരിയൽസും അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്, അപ്പൊ ഏതൊക്കെ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും കൂടി നമ്മൾ ആ ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിന് പരിശീലനം കൊടുക്കണം. ഏത് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അവിടെ, ഏതൊക്കെ ലിക്വിഡുകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പരിശീലനങ്ങൾ കൊടുക്കുക. ഓക്കെ, then 5th one എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ്, ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. നമ്മൾ ഇത്രയും പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം, നീക്കം ചെയ്യേണ്ടതുണ്ട് അല്ലെ? ലീക്കേജ് വേസ്റ്റ് should be properly disposed of as per local regulations and hospital policy. നമുക്ക് തോന്നിയ പോലെ ഒന്നും നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടം പോലെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം? ഹോസ്പിറ്റലിന്റെ ലോക്കൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മൾ പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോപ്പർ മാനറിൽ മാത്രമേ, അതായത് ഓരോ വേസ്റ്റും നീക്കം ചെയ്യുന്നതിന് കുറെ വ്യവസ്ഥകളുണ്ട്. ഓക്കെ, അത് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഇത് നീക്കം ചെയ്യേണ്ടത്.
ഓക്കെ, അല്ലാത്ത തരത്തിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, യെസ്, നമ്മൾ പഠിച്ച എന്താണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം അതിന് ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ദെൻ അതിൽ ഏതൊക്കെ റെസ്പോൺസ് എക്യുപ്മെന്റ്സിൽ ഉപയോഗിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്സ് കൊടുക്കുന്നു. ഏതൊക്കെ കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നു. ദെൻ ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് നമ്മൾ ആ വേസ്റ്റ്സുകൾ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഈ 5 സ്റ്റെപ്സ് ആണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കി, സ്റ്റെപ്സ് വായിച്ചു നോക്കി. ആപ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എന്താണ് ഇവിടെ? ഏതാണോ ഇത് പോയിന്റ് ആണ് ചോദിക്കുന്നത്? നമ്പർ പറയൂ. ഫസ്റ്റ് വൺ. യെസ്, ആപ്റ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ മെറ്റീരിയൽസ് ആണ്. നമ്മള് ഏത് ടൈപ്പ് ആണെങ്കിലും അത് നീക്കം ചെയ്യാനായിട്ട് നമുക്ക് കുറെ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, ലിക്വിഡുകൾ ഉപയോഗിക്കും, സൊല്യൂഷൻസ് ഉപയോഗിക്കും. അപ്പൊ അത് ഏത് ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോ റേഡിയോ ആക്റ്റീവിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് എല്ലാം നമ്മൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നീക്കം ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഓരോ ആപ്റ്റ് മെഷേഴ്സുകൾ ഉണ്ട്. ഓക്കെ, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസുകൾ വ്യത്യസ്തമാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഓരോന്നിനും വ്യത്യസ്തമാണ്, ഓരോ ടൈപ്പ് അനുസരിച്ചിട്ട് വ്യത്യസ്തം വരും. നിങ്ങൾക്ക് പഠിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ ഡിറ്റർജൻസ് പേരുകളൊക്കെയാണ്, സൊല്യൂഷൻ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കും. ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. ഓക്കെ, ആപ്റ്റ് മെഷേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. ക്ലീൻ ചെയ്യാൻ നമ്മൾ ഏത് മെഷറുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായോളൂ? ഓക്കെ, ഓക്കെ, ഇപ്പൊ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ തുടങ്ങി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളൊന്നും ഇണ്ടാത്തോണ്ടാണ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്തത്. അടുത്ത പോർഷൻസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും, ആൻസർ പറയാം. നമ്മുടെ മൊഡ്യൂൾ എക്സാം ആവാറായിട്ടുണ്ടെന്ന് അറിയാലോ. 1ഉം 2ഉം മൊഡ്യൂൾ എക്സാം ആവാറായിട്ടുണ്ട്. അടുത്ത മാസത്തോടുകൂടി എക്സാം ഉണ്ടാവും. ഇൻഫർമേഷൻ തന്നിരുന്നോ നിങ്ങൾക്ക്? എക്സാമുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്തെങ്കിലും അറിയിച്ചിരുന്നോ? ഇല്ല, ഇല്ല. ഇപ്പൊ ആവാറായിട്ടുണ്ട്. ഇതിലിപ്പോ മൊഡ്യൂൾ 2ലെ ചാപ്റ്റേഴ്സ് അല്ലേ ഇപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഒരു 2 ചാപ്റ്റർ കൂടെ എല്ലാവർക്കും എടുക്കാനുണ്ടാവും, എല്ലാ ടീച്ചേഴ്സിനും 1-2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് എടുക്കാനുണ്ടാവും. മൊഡ്യൂൾ 1ഉം 2ഉം കഴിയുമ്പോൾ നമ്മളൊരു എക്സാം നടത്തുമെന്ന് പറഞ്ഞിരുന്നില്ലേ? 1 and 2 എക്സാം മൊഡ്യൂള് ഒരുമിച്ചായിരിക്കും കേട്ടോ. 1ഉം 2ഉം മൊഡ്യൂളും കൂടെ ഒരുമിച്ച് ഒരു പരീക്ഷ ഉണ്ടായിരിക്കും. അതിന് മുമ്പ് നിങ്ങൾക്ക് ഡേറ്റുകൾ അറിയിക്കും, നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരികയും ചെയ്യും എക്സാമിനുള്ള കേട്ടോ. യെസ്, അറുപത് മാർക്കാണ് കേട്ടോ.
60 മാർക്കിന്റെ എക്സാം ആണ്. 1ഉം 2ഉം കൂടി മൊഡ്യൂൾ കൂടിയിട്ട്. എക്സാം എങ്ങനെയാണെന്ന് അറിയാലോ. എക്സാമിന് നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരുന്നതിന് മുമ്പ് 2 ദിവസം ഒരു സ്റ്റഡി ലീവ് തരും. ഓക്കെ, ഇത് ചിലപ്പോൾ 2 മണിക്കായിരിക്കാം എക്സാം, വൈകുന്നേരം ആയിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. ടൈം ഏത് സമയമായിരിക്കും എന്ന് പറയും. ചിലപ്പോൾ 2 മണിക്കായിരിക്കും, ചിലപ്പോൾ രാവിലെ 12 മണിയാവും. ഒരു 2 മണി ഒടുങ്ങിൽ അല്ലെങ്കിൽ 2 to 3:30 ആ ഒരു ടൈം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, വേറെ ആപ്പിലല്ല, നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ലിങ്ക് വരും. അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ക്ലാസ് മുറിയിലേക്ക് ഒരു ലിങ്ക് വരും, എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് വരും. നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എക്സാം ചെയ്യുന്നത് ക്യാമറ എല്ലാവരും ഓൺ ചെയ്തിട്ടാണ്. ക്യാമറ ഓൺ ചെയ്യണം. ഇവിടെ ഇൻഡിവിജ്വലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവിജിലേറ്റേഴ്സ് സാറുമാരെ ഉണ്ടാവും എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ലിങ്ക് ഓൺ ചെയ്തുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്താണ്? 60 ചോദ്യങ്ങൾ ഉണ്ടാവും. ആദ്യം നോക്കാം. 60 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാറില്ലേ പിള്ളേരെ? മോക്ക് ടെസ്റ്റ് ചെയ്യാറില്ലേ? 5 ചോദ്യങ്ങൾ ചെയ്യാറില്ലേ? അതേപോലെ ഒരു 60 ക്വസ്റ്റ്യൻസ് വരും. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം, ആൻസർ ചെയ്യാം. ലാസ്റ്റ് 60 ചോദ്യങ്ങൾ കഴിയുമ്പോ എന്ത് ചെയ്യും? സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടോ? ലാസ്റ്റ് സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ടോ? അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒന്നുകൂടി എഴുതിയ കാര്യങ്ങളൊക്കെ നോക്കുക. ക്ലിക്ക് ചെയ്തതൊക്കെ കറക്റ്റ് ആണോ? ആൻസർ ഒക്കെ ക്ലിക്ക് ചെയ്തത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യാം. അവിടെ ഒരു നീല ബട്ടൺ ഉണ്ടായിരിക്കും, അതിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലെഫ്റ്റ് ആയി പോകരുത്. ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവണം, ലെഫ്റ്റ് ആവരുത്. ഇവിടെ നിന്ന് ഇൻഡിവിജ്വലേറ്റേഴ്സ് നിങ്ങൾ പറയണം, സാർ ഞാൻ സബ്മിറ്റ് ചെയ്തു, പേര് പറയണം. ഓരോരുത്തരും പറയണം, ഇടയ്ക്കിടക്ക് പറയുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. സബ്മിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ പേര് വന്നിട്ടുണ്ട്, നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ എന്ന് പറയാതെ ആരും ലെഫ്റ്റ് ആവരുത്. അതൊക്കെ കാണണം. ഞങ്ങൾക്ക് ഇവിടെ സിസ്റ്റത്തിൽ സബ്മിഷൻ കാണിക്കണം, എന്നാലും മാത്രം നിങ്ങൾ ലെഫ്റ്റ് ആവും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് ഇവിടെ വരണ്ടേ? ഓക്കെ, 2 മണിയോടെങ്കിൽ 3:30 വരെയാണ് എക്സാം ഉള്ളത്. കറക്റ്റ് 2 മണിക്ക് ലിങ്ക് വരും. ചിലപ്പോൾ നിങ്ങളുടെ ടൈം വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ 12 to 1 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ആ സമയം ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി ആ ഡേറ്റ് ആവുമ്പോഴേക്കും എങ്ങനെയാണെന്നൊന്നും കൂടി പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ പരീക്ഷ എങ്ങനെയായിരിക്കും എന്ന്? 1ഉം 2ഉം മൊഡ്യൂൾ ഒരുമിച്ചാണ്, 60 മാർക്കാണ് കേട്ടോ. സഹോദരന്റെ മൈക്ക് ഓഫ് ആണോ? നെഗറ്റീവ് മാർക്കൊന്നുമില്ല കേട്ടോ, നെഗറ്റീവ് മാർക്കൊന്നുമില്ല. സൗദ എന്താ ചോദിച്ചേ? മൈക്ക് ഓഫ് ആണോ? എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും എക്സാം? ഇല്ല, സത്യത്തിൽ വേറെ പറയാം. മാഡം എല്ലാവർക്കും ഒരുമിച്ച്. ആ, പിന്നെ എക്സാം എഴുതുമ്പോ അതിന്റെ ആൻസർ പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ അയച്ചു തന്നാ മതിയാ? ഇഷ്യൂ നമ്മള് ഓൺലൈൻ എക്സാം ആണ് എഴുതുന്നത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. സൗദയുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരാം. ടീച്ചറിന് ഒരു ക്ലാസ് ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെ എഴുതണമെന്നൊക്കെ. പേപ്പറിലല്ല, നമ്മള് ഫോണിൽ തന്നെയാണ് എക്സാം എഴുതുന്നത്. ഫോൺ ഉപയോഗിക്കുന്നവർ അത് സിസ്റ്റമാണ് ചെയ്യുന്നത് അത് കേട്ടോ. ഫോൺ ഉപയോഗിക്കുന്ന എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ, അതുകൊണ്ടാ. ഓക്കെ, അത് നമ്മള് അത് ക്ലിയർ ചെയ്ത് തരാം. ഇത് ചെയ്യാം കേട്ടോ. മെയിൻ എക്സാം എത്ര മാർക്ക് വെച്ചാണ്? ഓക്കെ, എക്സാം ഇപ്പൊ നിങ്ങൾ ആദ്യം മൊഡ്യൂൾ എഴുതുക കേട്ടോ, എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം. എക്സാമിന് മുമ്പ് എല്ലാം പറഞ്ഞുതരും. ഓക്കെ, ലെഫ്റ്റ് അവിടെ ക്ലാസ് ഉണ്ട് PG കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Thank you. Thank you, Miss. Thank you.
അതെ ഒരുമിച്ചാണ് പറഞ്ഞത്. സൗദത്തിന്റെ നാട് എവിടെയാ? ആര്? എവിടെ പ്ലേസ് എവിടെയാ? വടകര. ഓക്കെ ഓക്കെ. ഇതാരാ ചോദിക്കുന്നേ? നജുവിയാ? ഓ നെജുവല്ല സൗദ, അത് വൃന്ദയാണ് ചോദിച്ചത്. വൃന്ദയുടെ നാട് എവിടെയാ? തൃശ്ശൂരാണ്. ആ അത് ശരി. തൃശ്ശൂരുണ്ട്, എനിക്ക് വടകര. ഫ്രണ്ട് ചങ്ങായി ആളുണ്ട് തൃശ്ശൂര്. അതെ, ഞാൻ സ്ലാങ് കണ്ടിട്ട് ചോദിച്ചതാ. ആ ഓക്കെ ഓക്കെ. സൗദാക്ക മ്യൂട്ട് അടിക്കാൻ അറിയൂലേ? അറിയൂല. അതെ, സൗദാടെ വീഡിയോടെ ബട്ടൺ കണ്ടിട്ടുണ്ട്. താഴെ ഒരു 3-4 ബട്ടൺ കാണുന്നില്ലേ ഫോണിന്റെ? ആ ക്യാമറയുടെ കാണുന്നുണ്ട്, ഒരു മൈക്ക് കാണുന്നുണ്ട്, പിന്നെ നമ്മള് ഇമോജിയുടെ ഒരു ബട്ടണൊക്കെ കാണുന്നുണ്ട് അല്ലേ? അല്ലേ മൈക്ക് നോക്കട്ടാ. പോലെ കണ്ടോ? സ്ക്രീനിന്റെ ഒരു ഫുൾ മൈക്ക്. ചെയ്തൊക്കെ. ഒരു വീഡിയോ ക്യാമറയുടെ ഒരു ഫോട്ടോ ഇത് കണ്ട വീഡിയോ ഇരിക്കണ, അത് സൗദ അത് ഓൺ ഇതല്ല, ആക്കിയിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ സെക്കൻഡ് ഓണാക്കില്ല. ഇപ്പൊ ഓണാക്കി. അതൊന്ന് അമർത്തി കഴിഞ്ഞാൽ മ്യൂട്ടാവും, സംസാരിക്കാൻ പറ്റൂല, കേൾക്കൂലാരും. ആ ആ അതറിഞ്ഞൂടാ. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയത്. ഇതാ ക്ലിക്ക് ചെയ്ത്. അതുമ്മ ഇപ്പൊ ക്ലിക്ക് ചെയ്തിട്ടില്ല കേട്ടില്ലേ? അല്ലേ? ഇതല്ല. അതല്ല സൗദ, ഒരു മൈക്ക് ആ, പോലെ ഒന്ന് കാണുന്നില്ല? ഒരു മൈക്ക് പോലെ ഓക്കെ, ഇപ്പൊ കണ്ട കറക്റ്റ് ആയില്ലേ? അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇതാ. കണ്ട അപ്പല്ലേ ആ അത്യാവശ്യ സമയം വരുമ്പോൾ അത് സൗദ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യണ സമയത്ത് അതുമൂലൊരു ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരുവേ നമ്മൾ ആ ക്ലിക്ക് ലൈൻ ചെയ്യുമ്പോ. വരും. ആ ആ അത് അങ്ങനെ വന്നാലും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കൂല. അപ്പൊ സൗദ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടാ. അല്ലെങ്കിൽ സൗദയുടെ ഓക്കെ വീട്ടിൽ ഓക്കെ. സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ നമ്മൾക്ക് പിള്ളേർക്ക് കേൾക്കുന്നുണ്ട്. ശരി. സൗദ അറിയുന്നില്ലത്. സോറി. കുഴപ്പമില്ല. അല്ല, ഇപ്പൊ സൗദാക്ക് മനസ്സിലാവാട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം ആർക്കോ എനിക്ക് അറിഞ്ഞൂടാ, സൗദയോട് ഫോണിലൊന്നും പറയുന്നുണ്ട്. അറിഞ്ഞൂടാ. ആ അത് സാരില്ല, പഠിക്കും, ഇൻഷാ അള്ളാ പഠിക്കാം. അപ്പോ എനിക്ക് അത് പഠിക്കുന്ന കാലത്ത് ഫോൺ കിട്ടിയിട്ടില്ലായിരുന്നു. ഉം, ഉം. അപ്പോ സൗദ അത് സംസാരിക്കണം. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോഴേ ആ സാധനം ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അത് മ്യൂട്ട് ആയിക്കോളും. ഓക്കെ ഓക്കെ. ഓക്കെ. നിങ്ങള് ഞാൻ